നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കലിയുഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകണമെങ്കിൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ. ഗണപതി ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉടനടി തന്നെ തീർന്നു കിട്ടുമെന്നത് നമ്മുടെ പൂർവികർ മുതൽ വിശ്വസിച്ചു വരുന്ന കാര്യമാണ്. ആ ഒരു വിശ്വാസം നമുക്കുമുണ്ട്. വിഘ്നങ്ങൾ തീർക്കുന്ന വിനായക വഴിപാടിലൂടെ നമ്മുടെ കടബാധ്യതയും വളരെ വേഗത്തിൽ തന്നെ തീർന്നു കിട്ടുന്നതാണ്. ലക്ഷക്കണക്കിനുള്ള നമ്മുടെ കടബാധ്യതയും വളരെ വേഗത്തിൽ തന്നെ തീർന്നു കിട്ടുന്നതിന് ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ എത്ര വലിയ കടബാധ്യതകളും പടിപടിയായി കുറയുകയും മാത്രമല്ല പണവരവ് വർദ്ധിക്കുന്നതുമാണ്. ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവായി ഈശ്വരന്മാരിൽ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന ഭഗവാൻ ഏതാണെന്നാൽ അത് സാക്ഷാൽ ഗണപതി ഭഗവാനാണ്. കാരണം ഭഗവാനു വേണ്ടി പ്രത്യേകമായ അർച്ചനകളോ പൂജകളോ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. ഭഗവാന്റെ ആ ഒരു രൂപം മനസ്സിൽ സങ്കല്പിച്ച് വെറും ഒരേ ഒരു കറുകപ്പുല്ല് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ കഷ്ടപ്പാടുകൾ, കാര്യതടസ്സങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് വേണ്ട സകലതും നമുക്ക് സിദ്ധിക്കുന്ന ഗണപതി ഭഗവാനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കാവുന്നതാണ്. പൊതുവായി ഗണപതി ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ നമുക്ക് നേരവും കാലവും നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് പെട്ടെന്നൊരു ദുഃഖമുണ്ടാകുന്നത് അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രശ്നമുണ്ടാകുന്നത് ആ ഒരു സമയത്ത് തന്നെ ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ തന്നെ വളരെ ലളിതമായ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിനായി ഒരു ചെറിയ കഷ്ണം വയമ്പാണ് ആവശ്യമുള്ളത്. അതിനോടൊപ്പം പച്ച കർപ്പൂരവും ആവശ്യമാണ്. കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ. അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചതിന് ശേഷവും പീരീഡ്സ് ആയിരിക്കുന്ന ഒരു സമയത്തും ഈ പരിഹാരം ചെയ്യുവാൻ പാടില്ല. ഇനി പുലവാലായ്മയുള്ളവരാണെങ്കിൽ നിങ്ങളും ആ പുലവാലായ്മയുടെ പീരീഡ്സ് ടൈം കഴിയുന്നതുവരെ ഇത് ചെയ്യുവാൻ പാടില്ല. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പരിഹാരം ചെയ്യുന്നതിന് മുൻപ് ആദ്യം തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ, ഇനി പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ വിളക്ക് കൊളുത്തുന്നത് അവിടെ ഗണപതി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു ദീപം കൊളുത്തി ഭഗവാന് മുക്കുറ്റിയോ അല്ലെങ്കിൽ കറുകപ്പുല്ലോ സമർപ്പിക്കുക. ഇനി ഇത് രണ്ടുമില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കൾ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. വിളക്ക് കൊളുത്തിയതിന് ശേഷം ഭഗവാനെ, എൻ്റെ കടബാധത ഇതോടുകൂടി എന്നെ വിട്ടു പോകണമേ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്നും എന്നെ കാത്തു രക്ഷിക്കണമേ. ഇനി ഭക്ഷണം കഴിക്കുവാനോ സമാധാനത്തോടു കൂടി ഉറങ്ങുവാനോ പോലും കഴിയാറില്ല. എന്തിന് ശ്വാസം വിടുവാൻ പോലും സാധിക്കുന്നില്ല. എൻ്റെ കടബാധ്യത തീർന്നു കിട്ടിയാൽ ദിവസം തോറും ഭഗവാനെ ഞാൻ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന് പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഭഗവാനോട് അപേക്ഷിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി വിളക്ക് കൊളുത്തി ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ചിലർക്ക് കടബാധ്യത മൂലമാകാം ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകുന്നത്. മറ്റുള്ളവർക്ക് ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അതിലെല്ലാം തടസ്സങ്ങളാകും. ഇനി ചിലർക്കാകട്ടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലമാകാം അവർ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിനു വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഏതിലാണോ സാധാരണ രീതിയിൽ കുന്തിരിക്കമോ അല്ലെങ്കിൽ ധൂപമോ പുകയ്ക്കുന്നത് അതിൽ ഒരു കഷ്ണം വയമ്പ് വെക്കുക. അതിനോടൊപ്പം ഒരു വലിയ കഷ്ണം പച്ച കർപ്പൂരവും വെക്കുക. പിന്നീട് ഇതിലേക്ക് 3-4 തുള്ളി നെയ്യ് കൂടി ഒഴിക്കുക. അതിനുശേഷം ഈ പച്ച കർപ്പൂരം കത്തിക്കാവുന്നതാണ്. ഇതിൽ വെച്ച ആ വയമ്പ് മുഴുവനായും കത്തിത്തീരേണ്ടതാണ്. എന്നാൽ വയമ്പ് മുഴുവനായും കത്തിത്തീർന്നില്ലെങ്കിൽ ഇതിലേക്ക് വീണ്ടും ഒരു കഷ്ണം പച്ചക്കർപ്പൂരം കൂടി വെച്ചു കൊടുക്കുക. അതിനോടൊപ്പം 2-3 തുള്ളി നെയ്യ് കൂടി ഒഴിക്കാവുന്നതാണ്. പച്ചക്കർപ്പൂരം കത്തിച്ചതിന് ശേഷം ഇതുപയോഗിച്ച് ഗണപതി ഭഗവാന് ആരതി എടുക്കേണ്ടതാണ്. പിന്നീട് ഈ വയമ്പ് മുഴുവനായും കത്തിച്ചാരമാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക.
പച്ചക്കർപ്പൂരവും വയമ്പും നല്ലതുപോലെ കത്തിച്ചാരമായതിനു ശേഷം ചാരം നല്ലതുപോലെ തണുക്കാനായി അനുവദിക്കുക. അതിനുശേഷം ഈ ചാരം ഒരു ടിന്നിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ചെറിയ പ്ലാസ്റ്റിക് ടിന്നിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലിലോ, അതുമല്ലെങ്കിൽ ചെറിയ സിന്ദൂരച്ചെപ്പ് പോലെയുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതിലോ, അങ്ങനെ എവിടെയും ഈ ചാരം സൂക്ഷിക്കാവുന്നതാണ്. പിന്നീട് ദിവസവും രാവിലെ കുളിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഒരൽപ്പം തിലകമെടുത്ത് അതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ചേർത്ത് നല്ലതുപോലെ കുഴച്ച് ഈ തിലകം നെറ്റിയിൽ തൊടാവുന്നതാണ്. അതിശക്തിയാർന്ന ഗണപതി വശ്യതിലകമാണിത്. നിത്യേന കുളിച്ചതിന് ശേഷം ഈ ഗണപതി വശ്യതിലകം നെറ്റിയിൽ തൊടുന്നതിലൂടെ നിങ്ങൾ നിത്യേന ചെയ്യുന്ന കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകുന്നതല്ല. മാത്രമല്ല കടം വാങ്ങേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യവും നിങ്ങൾക്കുണ്ടാകുന്നതല്ല. ഇനി ചെയ്യുന്ന ജോലികളിൽ കാര്യതടസ്സങ്ങൾ ഉണ്ടാകുന്നതുമല്ല. ഇതിനെല്ലാം ഉപരി വാങ്ങിയ കടങ്ങളെല്ലാം തന്നെ തിരിച്ചു നൽകുവാനുള്ള സമ്പാദ്യം അല്ലെങ്കിൽ അതിനായുള്ള വരുമാനം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതുമാണ്. ഇതുവരെയും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സമ്പാദ്യവും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇനി മുതൽ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് സമ്പാദിക്കുവാൻ തക്കവണ്ണം പണവരവ് പെരുകുന്നതാണ്. നിത്യേന ഈ വശ്യതിലകം നെറ്റിയിൽ അണിയുന്നതിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഏത് കാര്യം ചെയ്താലും അതിൽ പൂർണ്ണമായ വിശ്വാസമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ പൂർണ്ണ ഫലവും ഉണ്ടാവുകയുള്ളൂ. ഗണപതി ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഈ വശ്യതിലകം തയ്യാറാക്കി നിത്യേന അതണിഞ്ഞു നോക്കൂ. നിങ്ങളുടെ ആഗ്രഹം ന്യായമാണെങ്കിൽ ഉറപ്പായും അതിന് ഫലമുണ്ടാകുന്നതാണ്. ദിവസവും രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് തന്നെ ഈ തിലകം നിങ്ങൾക്ക് നെറ്റിയിൽ തൊടാവുന്നതാണ്. പൂജാമുറി ഇല്ലാത്തവർ ഈശ്വരന്റെ ഫോട്ടോസ് നിങ്ങൾ എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ ഫോട്ടോയ്ക്ക് മുൻപാകെ നിന്നുകൊണ്ട് ഈ തിലകം നിങ്ങൾക്ക് തൊടാവുന്നതാണ്. ഇനി ആ ഒരു കരി മുഴുവനായും വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു തിലകം പോലെ നിങ്ങൾക്ക് ചാലിച്ചു വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് കരിയെടുത്ത് അതിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെയും നിങ്ങൾക്ക് തൊടാവുന്നതാണ്. ഇനി ഓരോ ദിവസവും തിലകം നെറ്റിയിൽ തൊടുമ്പോഴും ഭഗവാനോട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്താണോ ആദ്യം ഭഗവാനോട് പ്രാർത്ഥിച്ചത്, അതായത് കടം തീരണമെന്നാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ തടസ്സങ്ങൾ മാറിക്കിട്ടണമെന്നാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം തീരണമെന്നാണോ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ദിവസവും ഈ തിലകം നിങ്ങൾ നെറ്റിയിൽ അണിയുവാൻ. ഉറപ്പായും നല്ലതു മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ഇല്ലാത്ത നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുന്നതുമാണ്. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.